നമ്മളെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് എക്സ്ചേഞ്ച് റേറ്റിൽ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റും റിയൽ എക്സ്ചേഞ്ച് റേറ്റും അതേപോലെ റിയർ ആൻഡ് റിയർ എന്ന് പറഞ്ഞിരിക്കുന്ന 4 ടേമുകളാണ് നമ്മൾ പലതവണയായിട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്? ദ റേറ്റ് അറ്റ് വിച്ച് ദ കറൻസി ഓഫ് എ കൺട്രി ഈസ് എക്സ്ചേഞ്ച്ഡ് വിത്ത് കറൻസി ഓഫ് അതർ കൺട്രി. അതായത് ഒരു രാജ്യത്തിൻ്റെ കറൻസി മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസിയുമായി വിനിമയം ചെയ്യപ്പെടുന്ന അല്ലെ കൈമാറ്റം ചെയ്യപ്പെടുന്ന റേറ്റിനെയാണ് എന്ന് വിളിക്കുന്നത് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിൽ തന്നെ എന്തൊക്കെയുണ്ട്? രണ്ടെണ്ണം നമുക്കുണ്ട്. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റും റിയൽ എക്സ്ചേഞ്ച് റേറ്റും അല്ലേ? നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം നമുക്ക്. ദ എമൗണ്ട് ഓഫ് ഡൊമസ്റ്റിക് കറൻസി ടു ബി പെയ്ഡ് ടു പർച്ചേസ് 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി ഈസ് കോൾഡ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഒരു യൂണിറ്റ് വിദേശ കറൻസി നേടാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട ഡൊമസ്റ്റിക് കറൻസി ആഭ്യന്തര കറൻസിയുടെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ $1 ഈസ് ഈക്വൽ ടു 80 റുപ്പീസ്. അതായത് 80 രൂപ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് $1 കിട്ടുക. അപ്പോൾ ഈ ഒരു വിനിമയ നിരക്കിനെ നമ്മൾ എന്ത് വിളിക്കും? നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കും. അതേസമയം ഈ എക്സ്ചേഞ്ച് റേറ്റിനെ പ്രൈസ് ലെവലുമായി കമ്പയർ ചെയ്യുമ്പോഴുണ്ടാകുന്ന എക്സ്ചേഞ്ച് റേറ്റിനെയാണ് നമ്മൾ റിയൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കാം. The ratio of foreign prices to domestic prices measured in same currency is called real exchange rate. Real exchange rate. അതിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? RE is equal to EPF divided by P. അതായത് E എന്ന് പറയുന്നത് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ്. PF എന്ന് പറയുന്നത് പ്രൈസ് ലെവൽ ഓഫ് ദ ഫോറിൻ കൺട്രി. എബ്രോഡ് എന്ന് പറഞ്ഞാൽ ഫോറിൻ കൺട്രിയിലുള്ള പ്രൈസ് ലെവൽ ഡിവൈഡഡ് ബൈ പ്രൈസ് ലെവൽ ഓഫ് ദ ഡൊമസ്റ്റിക് കൺട്രി. അപ്പോൾ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റും രണ്ട് രാജ്യങ്ങളിലെയും പ്രൈസ് ലെവലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതായത് റിയൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ റിയൽ പർച്ചേസിങ് പവർ ഓഫ് എ കറൻസി കാണിക്കുന്നത്. മറ്റ് രാജ്യങ്ങളുടെ പണവുമായിട്ട് ബന്ധപ്പെടുത്തി ഓരോ രാജ്യത്തിൻ്റെയും പണം കൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? റിയൽ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾക്ക് $1 കൊണ്ട് $1 എന്ന് പറയുന്നത് 84 അല്ലെ 85 രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ആ 85 രൂപ കൊണ്ട് എന്തൊക്കെ വാങ്ങാം? അതേസമയം നമ്മുടെ കറൻസി 1 രൂപയാണ് അല്ലേ? ആ 1 രൂപ കൊണ്ട് എന്താണ് കിട്ടുന്നത്? അപ്പോൾ ഈ രണ്ടെണ്ണം തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ആണ് എന്ത് വരുന്നത്? റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേപോലെ എക്സ്ചേഞ്ച് റേറ്റിനുള്ള 2 ടേമുകളാണ് റിയറും നിയറും. അപ്പോൾ നിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് നിയർ എന്ന് പറയുന്നത്. അതായത് ഇത് രണ്ടും ഒരു ഇൻഡെക്സുകളാണ്, സൂചകങ്ങളാണ്. അപ്പോൾ index used to determine the fluctuation in foreign exchange rates of currencies. അതായത് ഓരോ രാജ്യത്തിൻ്റെയും കറൻസിയിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന, അതായത് ഓരോ ടൈം ടു ടൈം ചേഞ്ച് വരുമല്ലോ. അപ്പോൾ രാവിലത്തെ എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കില്ല വൈകുന്നേരം വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഫ്ലക്ച്വേഷൻ, അതായത് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ആ മാറ്റത്തിൻ്റെ അളവിനെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ആണ് നിയർ എന്ന് പറയുന്നത്, നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. അതേസമയം റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ദ ക്വാണ്ടിറ്റി ഓഫ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ് ടു ബി ഗിവൺ ടു ബൈ എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഫ്രം എബ്രോഡ്. അതായത് പുറം രാജ്യത്ത് നിന്നും ഒരു നിശ്ചിത അളവ് സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ഡൊമസ്റ്റിക് കമോഡിറ്റീസ് ആണ് വിട്ടുകൊടുക്കേണ്ടത്. അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും ആണ് അല്ലേ? വിദേശത്ത് നിന്ന് വാങ്ങുക എന്ന് പറയുന്നത് എന്താണ്? ഇമ്പോർട്ട് ചെയ്യാറ്. അതേസമയം എക്സ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ വിട്ടുകൊടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള ആ ഒരു
വ്യത്യാസം. പിന്നെ ക്വാണ്ടിറ്റി ഓഫ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ടു ബി ഗിവൺ ടു ബൈ എ ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഫ്രം എബ്രോഡ്, അതിനെയാണ് റിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് എത്ര എന്താണ് ഒരു ചാക്ക് കുരുമുളക് കൊടുത്താൽ പുറത്തു രാജ്യത്തുനിന്ന് ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കായിരുന്നല്ലേ, ഇത്ര ഒരു ലോഡ് ഒരു കപ്പൽ നിറയെ സാധനങ്ങൾ കൊണ്ടുവരായിരുന്നു എന്നൊക്കെ പറയല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ് റിയർ എക്സ്ചേഞ്ച് റേറ്റിലാണ് വരുന്നത്, അല്ലേ റിയറിലാണ്, റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു രണ്ട് ടേമുകളും നന്നായിട്ട് പഠിച്ചിരിക്കാം. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മുടെ പാഠഭാഗങ്ങളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ അതിൽ എല്ലാവരും തന്നെ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇക്കണോമിക്സിൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ത് കിട്ടും, ഫുൾ മാർക്ക് കിട്ടാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ ഒരു 5 വർഷത്തെ മോഡൽ ക്വസ്റ്റ്യനുകൾ നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ് ഉള്ളത്. അത് മിസ് ചെയ്യാതെ കാണുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരും കൂടെ പഠിച്ച് നല്ല പാസ്സായി എല്ലാവർക്കും കൂടെ ഹയർ സ്റ്റഡീസിനൊക്കെ ഒരുമിച്ച് പോകാമല്ലോ. അപ്പോൾ വീഡിയോസ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. കൂടാതെ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക്, എക്കണോമിക്സിൻ്റെ പ്രത്യേകത എന്ന് കുറച്ച് ടഫാണെങ്കിൽ നിങ്ങൾക്ക് 100 മാർക്സും വാങ്ങിയെടുക്കാൻ പറ്റുന്നൊരു പേപ്പറാണ് +2 എക്കണോമിക്സ്. +2 കൊമേഴ്സിലെ ഏറ്റവും വിഷമമുള്ളതിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ 100 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന പേപ്പർ കൂടിയാണ് എക്കണോമിക്സ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഓരോ ഭാഗങ്ങളും നമ്മൾ ഈ ക്ലാസ്സിലെടുത്ത ഈ ഒരു വീഡിയോസ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടവർക്കാണെങ്കിൽ ഇപ്പോൾ മോഡൽ എക്സാം ഒക്കെ എഴുതിയപ്പോൾ മനസ്സിലായി കാണും. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് വിട്ട എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. വീണ്ടും ക്ലാസ്സുകൾ കാണുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.